ഡോക്ടർ നിയാസ് നസീസ് ഡെന്റോഫേഷ്യൽ ഓർത്തോപീഡിക് ഡെന്റൽ ക്ലിനിക് ചുള്ളിക്കൽ. ഡോക്ടർ നിയാസ് നസീസ് ന്യൂ സ്മൈൽ ഡെന്റൽ ക്ലിനിക് കുമ്പളങ്ങി വഴി. കൊച്ചി നഗരസഭ കരുവേലിപ്പടി ഡിവിഷനിലെ മാലിന്യ സംസ്കരണത്തിന് അംഗീകാരം. നഗരസഭയിലെ കരുവേലിപ്പടി ഡിവിഷനിലെ മാലിന്യ സംസ്കരണ പ്രവർത്തനങ്ങൾക്ക് തിരുവനന്തപുരത്ത് സമാപിച്ച വൃത്തി കോൺക്ലേവിൽ അംഗീകാരം. മാലിന്യ സംസ്കരണ മേഖലയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള പ്രശംസാപത്രം ഡിവിഷൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു കോൺക്ലേവിൽ ഏറ്റുവാങ്ങി. ഹരിത കേരള മിഷൻ നേരത്തെ തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച പരിസ്ഥിതി സംഗമത്തിൽ അവതരിപ്പിച്ച മാലിന്യ സംസ്കരണ ശുചിത്വ മാതൃകകളിലും കരുവേലിപ്പടി ഡിവിഷൻ ഇടം നേടിയിരുന്നു. മാലിന്യ സംസ്കരണ മേഖലയിലെ പ്രവർത്തനങ്ങൾക്ക് ജില്ലാതലത്തിലും ഡിവിഷൻ അംഗീകാരം നേടിയിട്ടുണ്ട്. ചുള്ളിക്കൽ മേഖലയിലെ മാലിന്യം തള്ളൽ പ്രദേശം വീണ്ടെടുത്തു ഫുട്ബോൾ ടർഫ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ വികസിപ്പിച്ചതാണ് ഈ രംഗത്തെ ഡിവിഷൻ കൈവരിച്ച ശ്രദ്ധേയമായ നേട്ടങ്ങളിലൊന്ന്. സിന്തറ്റിക് ബാഡ്മിന്റൺ കോർട്ട്, ഓപ്പൺ ജിം പാർക്ക് എന്നിവയും ഇവിടെ സജ്ജമാക്കി. ഒട്ടേറെ ആളുകൾ നിലവിൽ ഫുട്ബോൾ ടർഫും ബാഡ്മിന്റൺ കോർട്ടും പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്നും കൗൺസിലർ ബാസ്റ്റിൻ ബാബു വ്യക്തമാക്കി. 2020 വരെ മാലിന്യ നിക്ഷേപ കേന്ദ്രമായിരുന്ന ഒരു പ്രദേശം ഒരു ഡിവിഷൻ വരെ വളരെ വെല്ലുവിളി ഉയർത്തിയിരുന്ന ഒരു പ്രദേശം. കാരണം 47ഓളം ലോഡ് വേസ്റ്റ് തരംതിരിച്ച് മാറ്റിയാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കണ്ട ഇത്രയും ഒരു വലിയൊരു പൊതുവിടമായിട്ട് മാറ്റാൻ സാധിച്ചത്. കാര്യം നമ്മളാദ്യം ഒരു മാലിന്യ നിക്ഷേപ കേന്ദ്രം ഇതെങ്ങനെ വന്നു എന്ന് ചിന്തിക്കുമ്പോഴത്തേക്കും ആദ്യം നമ്മൾ കടന്നു ചെന്നത് ഡിവിഷനിലെ ജനങ്ങൾ എത്രത്തോളം മാലിന്യം നിക്ഷേപം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാര്യം ഹരിതകർമ്മസേനയെ രൂപീകരിച്ച് 2000 താഴെ വീടുകളുള്ള ഒരു പ്രദേശത്ത് ആകെ മാലിന്യം ഹരിതകർമ്മസേനയ്ക്ക് കൊടുത്തിരുന്നത് വെറും 700ഓളം വീടുകൾ മാത്രമാണ്. ബാക്കിയുള്ള മാലിന്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുകയും സമീപ പ്രദേശത്ത് നിന്നും മറ്റു പല ഡിവിഷനുകളിൽ നിന്നൊക്കെ നിക്ഷേപിച്ച് വളരെ വലിയൊരു സാഹചര്യത്തിലേക്ക് കടന്ന് നിൽക്കുന്ന അവസ്ഥയിലാണ് കൗൺസിലറായിട്ട് കടന്നു ചെല്ലുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഏറ്റവും വലിയൊരു വെല്ലുവിളി നമ്മൾ ഈ മാലിന്യം തരംതിരിച്ച് നീക്കം ചെയ്യുമ്പോഴത്തേക്കും. ന്യൂസ് ബ്യൂറോ, മട്ടാഞ്ചേരി.